ഹലോ, ഞാനേ ഇപ്പോൾ എൻ്റെ ഒരു കൃഷി സ്ഥലത്ത് നിൽക്കുകയാണ്. ഞാനിവിടെ ഒരു പുതിയ പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നോക്കുക. എന്നിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വംശനാശം സംഭവിച്ച ചില മരങ്ങളെക്കുറിച്ചും പറയാം, വൃക്ഷങ്ങളെക്കുറിച്ച് നോക്കിയുള്ളൂ. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന പ്രൊജക്റ്റ് ഇത് ഒരു വനമാക്കി മാറ്റാനുള്ള സംവിധാനമാണ് ചെയ്യുന്നത്. വൃത്തിയുള്ള വനം, അതായത് ചുവട്ടിൽ പുല്ലും അതൊന്നും ഉണ്ടാവില്ല, വൃക്ഷങ്ങൾ മാത്രം. എന്നിട്ട് വംശനാശം സംഭവിച്ചിരിക്കുന്ന വൃക്ഷങ്ങളെ കൊണ്ട് നടുക, അതാണ് മെയിൻ ഉദ്ദേശം. ഞങ്ങളുടെ നാട്ടിൽ ഇത് വെള്ളനാട് പഞ്ചായത്ത് പുനലാൽ വാർഡാണ്. ഒരു 50 വർഷം മുന്നേ തേഴ്, മുരിക്ക്, ഇലവ്, പുന്നയുടെ കായ്ക്കാന്ന് വിലയുള്ളതാണ്. അങ്ങനെയുള്ള വൃക്ഷങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 50 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഈ വൃക്ഷങ്ങളൊന്നും ഇവിടെ ഇപ്പോൾ കാണുന്നില്ല. അതിൻ്റെ കായ് എണ്ണ ആട്ടാനൊക്കെ എടുക്കുന്നതാണ്. പണ്ട് ധാരാളം മാർക്കറ്റ് ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇലവ്, അത് വെറ്റില കൊടിയിലും ഒക്കെ ഉപയോഗിക്കുന്നവർ നേരെ പോകുന്ന തടി വൃക്ഷമാണ്. പിന്നെ മുരിക്ക്, അതിൻ്റെ ഇല ആടിന് ഭക്ഷിക്കാനൊക്കെ ആഹാരമായി എടുക്കുന്ന ഇലയാണ്. പിന്നെ ഇലവ് മിക്കവാറും അധികം പറമ്പുകൾ എല്ലാവരും വെച്ച് പിടിപ്പിച്ചിട്ട് അതിൽ കുരുമുളകിടും. കുരുമുളക് നല്ലവണ്ണം പടരും. കുരുമുളക് വളർത്താൻ പറ്റിയ ഒരു മരമാണ് ഇലവ്. പക്ഷെ ഇന്നത് കാണുന്നില്ല. അതിൻ്റെ ഇല വെട്ടി, അന്ന് കുരുമുളക് മരത്തിലിടും, അതിൻ്റെ ഇല വെട്ടി ആൾക്കാർ പാടത്ത് നെൽകൃഷി ചെയ്യുന്ന പാടത്ത് കൊണ്ടിടും. വയലിൽ വെള്ളത്തിൽ കിടന്നത് ഊറി അഴുകി നല്ല വളമായി മാറും. ആ വക വൃക്ഷങ്ങളൊന്നും കാണുന്നില്ല. അത് ഞാൻ തിരഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലുള്ള എല്ലാ വൃക്ഷങ്ങളും വച്ചുപിടിപ്പിക്കുന്നുണ്ട്, വച്ചിട്ടുമുണ്ട്. കാണാം നിങ്ങൾക്ക്. ആഞ്ഞില്, മാവ്, പ്ലാവ്, തേക്കൊക്കെ ഇപ്പോൾ വച്ചു കഴിഞ്ഞാൽ അതെല്ലാം. അപ്പോൾ ഈ വൃക്ഷങ്ങളിവിടെ കണ്ടുപിടിച്ച് ഇവിടെ ഫുള്ളാക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. വംശനാശം സംഭവിച്ചു പോയ വൃക്ഷങ്ങളെ ഇവിടെ കൊണ്ട് നടുക. എന്നിട്ട് അതൊരു ചെറിയ പാർക്കായിട്ട് മാറ്റണം. ആൾക്കാർക്ക് വൈകുന്നേരം വന്നിരിക്കാനും ഒരു പ്രൈവറ്റ് പാർക്ക് ഒക്കെ, അതിൻ്റെ നിയമവശങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഈ വൃക്ഷങ്ങളൊക്കെ കുറച്ചും കൂടെ വലുതായി ഇപ്പോൾ ഇവിടെ വൃത്തിയില്ല കിടക്കുന്നതിനൊക്കെ വൃത്തി കാടൊക്കെ മാറ്റി വൃത്തിയാക്കിയിട്ട് ഇരിക്കാനുള്ള സീറ്റൊക്കെ തയ്യാറാക്കി ഒരു പാർക്കുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യബോധം ഇപ്പോഴുണ്ട്. നിറയെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് വരിക. ഈ ഭാഗത്ത് പാറയടിച്ച് ഒരു കുഴി ഉണ്ടായിട്ടുണ്ട്. അവിടെ ധാരാളം ജലമുണ്ട്. നല്ല ശുദ്ധജലമാണ് പാറയിൽ നിന്ന് വരുന്ന പാറവുറ്റ്. ഇവിടെയൊക്കെ മരമില്ലാത്തത് വെച്ചിട്ടുണ്ട്. വളരെ അധികം താമസിയാതെ വളരും. അപ്പോൾ വൈകുന്നേര സമയങ്ങളിലും ഒഴിവ് ദിവസങ്ങളിലൊക്കെ ആൾക്കാർ വന്ന് ഇവിടെ തണലിൽ ഇരിക്കുകയും സമയം പാഴാക്കി. നല്ല കാറ്റും കുന്നുമാണ്. മുകളിലോട്ട് നല്ല കുന്നാണ്. അവിടെ പോയിരുന്നാൽ പല സ്ഥലങ്ങളും കാണാം. അങ്ങനെയൊരു സംവിധാനമാണ് ഇപ്പോൾ ആലോചിച്ച് വരുന്നത്. ഇതൊരു പുതിയ പ്രൊജക്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? താഴെ റോഡുണ്ട്. അവിടെ വന്നിട്ട് ഇത് ചുറ്റി ഹൈ റേഞ്ചിൽ വെട്ടും പോലെ ഒരു റോഡ് വെട്ടി ചുറ്റും മുകളിൽ വരത്തക്ക വിധത്തിൽ
നടന്നു വരാവുന്ന രീതിയിൽ വൃക്ഷങ്ങൾക്കും സസ്യങ്ങൾക്കൊന്നും കേടുവരുത്താത്ത രീതിയിൽ ഉള്ള ഒരു പദ്ധതിയാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ബൈ. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ചും കൂടി വിശദമായിട്ട് വരാം. ബൈ.